ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് ഇന്നത്തേക്ക് പിന്നെ മാറ്റി വെച്ചതാണ്. എല്ലാ പ്രാവശ്യത്തെയും ഈ അടുപ്പിച്ചൊക്കെ ഇട്ട് എല്ലാ സെയിൽ വീഡിയോകളിലും അഗ്ലോണിമയ്ക്കൊപ്പം മറ്റു പല പ്ലാൻസുകളും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ അഗ്ലോണിമകൾ മാത്രമാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം തന്നെ മീഡിയമോ എബോവ് മീഡിയമോ സൈസുള്ള പ്ലാന്റുകളാണ്. ആദ്യം ഈ കാണുന്ന സ്നോ മൗണ്ടനാണ്. സ്നോ മൗണ്ടൻ എപ്പോഴും ഞാൻ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഒരുപാട് പേര് വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നഴ്സറി പ്രൊഡക്റ്റ് അല്ല. ചില വീടുകളിൽ അവരുടെ ഒരുപാട് തൈകളായി കഴിയുമ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്ത് തരുന്ന പ്ലാന്റുകളാണ്. ഇപ്പം നല്ല വേരുമൊക്കെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്നോ മൗണ്ടൻ്റെ 2 സൈസുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റുകൾ. ആദ്യത്തെ സൈസ് കണ്ട പ്ലാന്റിൻ്റെ സൈസിന് 200 രൂപ, 200 റുപ്പീസും ഈ കാണുന്ന പ്ലാന്റിന് 150 റുപ്പീസുമാണ് പ്രൈസ് വരിക. സ്നോ മൗണ്ടൻ്റെ ഈ വില മറ്റ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് വളരെ കുറവായ ഒരു വിലയാണ്. നല്ല വലിയ ഇലകളൊക്കെയായി നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. 200 ആണ് ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ പ്രൈസ്. ഈ കാണുന്നത് 150 ആണ്. ഇത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തവയായതുകൊണ്ട് ബൾക്കായിട്ടുണ്ടാകത്തില്ല. ഒരു 8-9 പീസ് വീതമൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ ഒരു പ്ലാന്റ്, ഒരേ ഒരു പ്ലാന്റാണ് റെഡ് പനാമയുടെ ഉള്ളത്. അധികം പ്ലാന്റ് ഇല്ല. അതിൻ്റെ പ്രൈസ് മിക്കവാറും പ്ലാന്റ്സിൻ്റെ എല്ലാം പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് പ്ലാന്റ്സ് എല്ലാം അയക്കുക. ഓൾ ഇന്ത്യ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലോട്ട് അയക്കുമ്പം അത് കുറച്ചൊരു റിസ്ക് ഉണ്ട്. അത് അവരും ദൂരെയോട്ടൊക്കെ. അടുത്തത് സുമാത്രയാണ്. സുമാത്രയും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ സുമാത്രയും ഇന്ന് 2 സൈസിലെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സൈസിന് പ്രൈസ് വരുന്നത് 390 റുപ്പീസും ചെറിയ സൈസിന് 350 റുപ്പീസുമാണ് പ്രൈസ് വരുന്നത്. ഇതും മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് പ്ലാന്റുകളുടെയൊക്കെ വേരുപടലം നല്ല വലിയ വേരുപടലമായിട്ടിരിക്കുമെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പം സുമാത്രയുടേത് ഞാൻ കണ്ടത് നമ്മളുടെ മുടിയുടെ പോലുള്ള വേരുകളാണ്. അതെനിക്കറിയത്തില്ല. അത് വളർത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അങ്ങനെയാണോ സുമാത്രയുടെ വേരുകൾ വരിക എന്ന്. ചെറിയ നമ്മുടെ മുടി സൈസിലുള്ള ചെറിയ ചെറിയ വേരുകളാണത് മദർ പ്ലാന്റിന്. ഇത് ഞാൻ മദർ പ്ലാന്റിന് സെപ്പറേറ്റ് ചെയ്തത് വാങ്ങിയതാണ്. പ്രൈസ് പറഞ്ഞല്ലോ. ചിലതിൻ്റെയൊക്കെ ഉള്ളൂ ടൈപ്പ് ചെയ്യാതുള്ളൂ. മിക്കവാറും ഉള്ളതിൻ്റെയൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ആദ്യം തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക ആർക്കെങ്കിലും വേണമെങ്കിൽ. സെൻസ്റ്റാറിൻ്റെ 3 സൈസിലെ പ്ലാന്റ്സ് ആണ്. ഒരെണ്ണം നല്ല വലിപ്പമൊക്കെ വെച്ച് നല്ല എല്ലാ കളറൊക്കെ നന്നായിട്ട് വന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് അതിൽ ചെറുതും മൂന്നാമത്തേത് ഏറ്റവും ചെറുതും. അങ്ങനെ 3 സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പ്രൈസ് സ്ക്രീനിലുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ എൻഡ് വരെ കൂടെ കണ്ട് നിങ്ങളുടെ ആർക്കെങ്കിലും അഗ്ലോണിമ ഇഷ്ടമുള്ളവർ വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. കളറൊക്കെ ചെറിയ പ്ലാന്റ് ആയാൽ പോലും അതിന് കളർ മിഡിലിൽ കൂടെ റെഡ് കളറൊക്കെ വന്ന സെൻസ്റ്റാർ ആണ് എല്ലാം തന്നെ. ഇതിൻ്റെ ഗ്രീൻ കളർ, റെഡിന് പകരം ഗ്രീൻ കൂടുതലുള്ള, പിന്നെ ആ അഗ്ലോണിമയ്ക്ക് വേറെ എന്തെങ്കിലും സെൻസ്റ്റാർ നല്ല പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും അവൈലബിൾ ആണ്. അതിന് ഗ്രീനാണ്. ഗ്രീൻ അല്ല, ഒരു പീച്ച് പോലെ ഒരു ലൈറ്റ് പിങ്ക് കളറുള്ളതാണ്. അടുത്തത് ഈ റെഡ് വൈനാണ്. സിംഗിൾ ഷൂട്ടാണ്. ഇതിനു മുമ്പ് 3 ഷൂട്ട് 2 ഷൂട്ടൊക്കെ അവൈലബിളായ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ടായിരുന്നു. ഇത് സിംഗിൾ ഷൂട്ടാണ്. റെഡ് വൈനും എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഫ്യൂഗി റെഡാണ്. നല്ലൊരു ഡാർക്ക് കളർ വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഫ്യൂഗി റെഡ്. ഇതിൻ്റെ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്ത പ്ലാന്റിന് കുറച്ച് കളർ കുറവാണ്. ബാക്കി ഇരിക്കുന്നവയ്ക്കൊക്കെ നല്ല കളറുള്ള പ്ലാന്റാണ്. എബോവ് മീഡിയം സൈസാണ് ഇന്നത്തെ വീഡിയോയിലുള്ള മിക്ക പ്ലാന്റുകളും. അടുത്തത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ്.
സൈസ് ചെറുതാണെങ്കിൽ പോലും കളറെല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. റെഡ് കളറൊക്കെ വരുന്ന പല അഗ്ലോണിമകൾക്കും സൂര്യപ്രകാശത്തിൻ്റെ സൺലൈറ്റിൻ്റെ വേരിയേഷൻസിനനുസരിച്ച് ലഭ്യതയ്ക്കനുസരിച്ച് അവയുടെ കളറുകൾക്കൊക്കെ കൂടുതലും കുറവും ഉണ്ടാകാറുണ്ട്. ഞാൻ ചില ചെടികളൊക്കെ ഈ മഴ കാരണം എടുത്ത് അകത്ത് വെച്ചവയ്ക്കൊക്കെ കളറ് കുറച്ച് കുറവാണ്. ഈ കാണുന്ന പ്ലാന്റ് കോർണർ റെഡ് എന്ന ഐഡിയിൽ വന്നൊരു പ്ലാന്റാണ്. മുൻപ് ബാത്തിക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന പ്ലാന്റുകളൊക്കെ സെയിൽ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളവ ഉണ്ട്. അതിൻ്റെ ഏകദേശ സാമ്യമൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. പക്ഷേ ഇപ്പോൾ പിങ്ക് കളറാണ് കൂടുതലായി നിൽക്കുന്നത്. ഇതും മീഡിയം സൈസ് സ്ക്വയർ പോട്ടിൽ വരുന്ന പ്ലാന്റാണ്. അടുത്തത് വിദൂരിയുടെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ മാറി അതിൻ്റെ വരണ്ട പ്രോപ്പറായ കളറൊക്കെ ആയി തുടങ്ങുന്ന പ്ലാന്റാണ്. ഇത് എബോവ് മീഡിയം സൈസാണ് പ്ലാന്റ് വരിക. സ്ക്വയർ പോട്ടിൽ തന്നെയാണ് ഈ പ്ലാന്റും ഉള്ളത്. ഇതിനൊരു നല്ല ഒരു പല പല കളറുകൾ വരുന്ന പ്ലാന്റ് അല്ലേ വിദൂരി. അടുത്തത് ജയ്പോങ് നാരോ എന്ന ഇലകൾക്ക് മാത്രമാണ് നാരോ എന്നേ ഉള്ളൂ. പക്ഷേ കളറിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു ചെടിയാണ്. നല്ല റെഡ് കളർ വരുന്നവയാണ്. ഈ പ്ലാന്റിൻ്റെ തന്നെ നോക്കിയാൽ ഒരു മീഡിയം സൈസിനാണ്. പക്ഷേ ഗ്രീൻ കളർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. റെഡ് നന്നായിട്ട് വന്നൊരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ കോബ്രയുടെ പ്ലാന്റാണ്. കോബ്രയുടെ പ്ലാന്റ് വളരെ ഒരു ചെറിയ പ്ലാന്റാണ്. ഒരു സീഡ്ലിംഗ് തൈ എന്ന് പറയാം. മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. ഇത് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഒരു തൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കോബ്രയും നല്ല ഡിമാൻഡുള്ള ഗ്രീനിൽ ഡിമാൻഡുള്ള പല പ്ലാന്റുകളുണ്ട്. അതിലൊന്നാണ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. പിങ്ക് അറോറ, പിങ്ക് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റിൻ്റെ ചെറിയ ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് 60 രൂപ. ഇത് 2 ഷൂട്ട് പൊട്ടിയിരിക്കുന്ന അതാണ് കാണുന്നത് നിങ്ങൾ. അതിൽ വലിയ ഷൂട്ടാണ് 60 രൂപയ്ക്ക് വരിക. നല്ല ഇതിനും നല്ല നമ്മൾ വെയിലിനനുസരിച്ച് കളറുകൾക്കൊക്കെ മാറ്റം വരുന്നൊരു പ്ലാന്റാണ്. അടുത്തത് ഈ ബ്യൂട്ടി റെഡാണ്. ബ്യൂട്ടി റെഡ് വീടിനകത്ത് വെച്ചിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പിങ്ക് കൂടുതലായിട്ട് വന്നത്. ചൈന റെഡിൻ്റെയും പല സൈസിലെ ചെറിയതും വലുതുമായ പ്ലാന്റുകൾ അവൈലബിളാണ്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് അതുകൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് വേറൊരു സ്ഥലത്താണ് ഇരുന്നത്. നല്ല കാറ്റും മഴയുമായിരുന്നു, അതുകൊണ്ടാണ്. അടുത്തത് ഈ 10 ക്യാരറ്റാണ്. 10 ക്യാരറ്റിനും എപ്പോഴും എല്ലാവർക്കും ഡിമാൻഡ് വേണം, നമ്മുടെ വീടുകളിൽ വേണമെന്ന് തോന്നുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ 10 ക്യാരറ്റ്. 10 ക്യാരറ്റിൻ്റെയും ശരിക്കും എനിക്കിപ്പോഴും 10 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 9 ക്യാരറ്റിൻ്റെ ഒന്നും വ്യത്യാസം ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ നോക്കുമ്പോൾ എല്ലാം ഏകദേശമൊക്കെ ഒരുപോലൊക്കെ ഇരിക്കുന്നു. പോട്ടുകളുടെ വലിപ്പം മാറ്റം അനുസരിച്ച് ചെടികൾക്കൊക്കെ സൈസിനൊക്കെ മാറ്റം വരുന്നതാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്തത് ഈ തായ് റെഡിൻ്റെ പ്ലാന്റാണ്. ഈ സൈസാണ് പ്ലാന്റ് വരിക. അതുപോലെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റാണ് ഈ തായ് റെഡും ജയ്പോങ് റെഡും. ഞാൻ നോക്കുമ്പോൾ ഇലകൾക്ക് ജയ്പോങ് റെഡിൻ്റെ ഇലകൾക്ക് കളറിനൊന്നും വ്യത്യാസമില്ല, നല്ല റെഡ് കളർ തന്നെയാണ്. ജയ്പോങ്ങിൻ്റെ ഇലകൾക്ക് കുറച്ച് നീളവും തായ് റെഡിൻ്റെ ഇലകൾക്ക് കുറച്ച് റൗണ്ട് കൂടുതലാണ്. ഇതാണ് ഞാൻ കണ്ട ഒരു ഡിഫറൻസ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? അല്ല മറ്റെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അടുത്തത് ഈ പേൾ ഓഫ് മെലോയാണ്. ഇതും എല്ലാവരെയും പല പല കളറുകൾ വരുന്നത് കൊണ്ട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. ഈ പ്ലാന്റൊക്കെ നല്ല വലിയ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ്. ഈ സ്ക്വയർ പോട്ടിലും കുഞ്ഞു റൗണ്ട് പോട്ടിലും ഇരിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ സൈസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിവയിൽ നിന്ന് ചിലതിനെയൊക്കെ എടുത്ത് മാറ്റി നട്ടു. ആ സെൻസ്റ്റാർ ഒരെണ്ണമൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊരു 10 ക്യാരറ്റ് ഒക്കെ കാണിച്ചിരുന്നു, മാറ്റി നടുമ്പോൾ അതിൻ്റെ സൈസ് വലുതാകുന്നത്. അടുത്തത് ഈ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റാണ്. 200 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ഇതിൽ റെഡ് കളർ വന്നതാണ്, പക്ഷേ സൈസ് ചെറുതായ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ജയ്പോങ് റെഡിൻ്റെ. അതിന് പ്രൈസ് 180 രൂപയാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിൻ്റെ ഐഡിയയെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് പ്രോപ്പർ ഐഡിയ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. വലിയ ഇലകളും നല്ല കളറും റോസോ ഒക്കെ അങ്ങനെയൊക്കെ കളറുകളുള്ള ഒരു പ്ലാന്റാണ്. ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.